കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും വന്നൊരു വാർത്തയുണ്ട്. തിരുവനന്തപുരം എംപിയും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവുമായ ഡോക്ടർ ശശി തരൂർ ഇടതുമുന്നണിയിലേക്ക് പോവുകയാണ്, CPM-ലേക്ക് പോവുകയാണ്. അദ്ദേഹം പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. ഇങ്ങനെ പല കിംവദന്തികളും പരന്നു. അദ്ദേഹത്തെ CPM-യുമായി അടുപ്പിക്കുന്നത് ദുബായ് കേന്ദ്രീകരിച്ചുള്ള ഒരു വ്യവസായിയാണെന്നും വാർത്ത പുറത്തു വന്നു. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത നൽകി. കേരളത്തിൽ എല്ലാ അച്ചടി മാധ്യമങ്ങളും ആ വാർത്ത നൽകി. എല്ലാവർക്കും ഭയങ്കര ചാകരയായിരുന്നു. പറഞ്ഞ കാര്യം, കോൺഗ്രസ് കൊച്ചിയിൽ ഒരു പരിപാടി നടത്തി. അതായത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരുടെയും വിജയിച്ചവരുടെയും സംഗമം. ആ സംഗമത്തിൽ പങ്കെടുത്തത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി പങ്കെടുത്ത ആ പരിപാടിയിൽ ശശി തരൂരിനെ അപമാനിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തെ അവഹേളിച്ചു. ഇതൊക്കെയാണ് പത്രമാധ്യമങ്ങളുടെ പരാതി. എന്നാൽ തരൂർ പറഞ്ഞു, നിങ്ങൾ ഈ വാർത്ത കൊടുക്കുന്ന സമയത്ത് ഞാൻ ദുബായ് വ്യവസായിയുടെ ഒപ്പം ചർച്ച നടത്തി എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഫ്ലൈറ്റിലാണെന്ന് തരൂർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി. എന്നിട്ടും ആ വാർത്ത തിരുത്താൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറായില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പോട്ടെ. പിന്നീട് ഇന്ന് അദ്ദേഹം തൻ്റെ സാമൂഹ്യ മാധ്യമ പേജിൽ ഒരു ചിത്രം പങ്കുവച്ചു. എന്താണെന്നല്ലേ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും, 3 പേരും ഒരുമിച്ചിരിക്കുന്ന ഒരു ചിത്രം. അദ്ദേഹം പറഞ്ഞു, ഞാൻ കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിച്ചു, ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങും. കാര്യങ്ങളൊക്കെ തരൂർ വളരെ കൃത്യമായി പറഞ്ഞു. ഇത് ഇന്നലെയും ഇന്നുമല്ല കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഈ പണി തുടങ്ങിയിട്ടുള്ളത്. മാധ്യമങ്ങൾ മാത്രമല്ല, ചില 3ാം കിട 4ാം കിട മഞ്ഞ ഓൺലൈനുകളും ഈ വാർത്ത പ്രസിദ്ധീകരിക്കാറുണ്ട്. അവർ പറയുന്നത്, ഒരു ദിവസം പറയും ശശി തരൂർ BJP-യിലേക്ക് പോവുകയാണ്. തരൂർ അത് നിഷേധിക്കില്ല, അദ്ദേഹം അത് തള്ളുന്നുമില്ല, കൊള്ളുന്നുമില്ല. കാരണം എന്തിനാണ്? നമ്മളൊരു ഉദാഹരണം പറയാം. നമ്മളെ റോട്ടിലൂടെ നടക്കുമ്പോൾ ഒരു പട്ടി കടിക്കാൻ വന്നാൽ ആ പട്ടിയെ നമ്മൾ ആരെങ്കിലും തിരിച്ചു കടിക്കുമോ? ഇല്ലല്ലോ. പട്ടിയെ നമ്മൾ കല്ലെടുത്ത് എറിഞ്ഞോടിക്കും, അല്ലെങ്കിൽ പട്ടിയെ ആട്ടിയേറ്റും. അതേപോലെയാണ് കേരളത്തിലെ 2ാം നിര 3ാം നിര 4ാം നിര മഞ്ഞ പത്രങ്ങൾ, മഞ്ഞ ഓൺലൈനുകൾ കൊടുക്കുന്ന വാർത്ത. അത് മാറ്റിവെക്കുകയാണ്. ഇത്തരത്തിൽ തരൂരിനെ അങ്ങ് BJP-ക്കാരനും CPM-ഉം ആക്കാൻ മോഹം കൊണ്ട ആളുകൾക്കുള്ള തിരിച്ചടിയാണ് തരൂർ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നൽകിയിരിക്കുന്നത്. തരൂർ ലോകം കണ്ട മനുഷ്യനാണ്. അദ്ദേഹത്തിന് കൃത്യമായി രാഷ്ട്രീയം എന്താണെന്നറിയാം. അദ്ദേഹത്തിന് BJP-യിൽ ചേരണമെങ്കിൽ അത് നേരത്തെ തന്നെ ആകാമായിരുന്നു. ഭരണത്തിന്റെ സുഖ സൗകര്യങ്ങളൊന്നുമില്ലാത്ത 2014 മുതൽ ഈ നിമിഷം 2026 വരെ അദ്ദേഹം കോൺഗ്രസിൽ നിന്നത് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. BJP-യിൽ പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് തളികയിൽ സ്ഥാനം അവർ നൽകുമായിരുന്നു. പക്ഷെ അദ്ദേഹം സ്ഥാനമാനമല്ല തനിക്ക് വലുത്, താൻ മുറുകെ പിടിക്കുന്ന ആശയവും ആദർശവുമാണ് തനിക്ക് വലുതെന്ന് കേരളീയ സമൂഹത്തോട് വീണ്ടും 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 വിളിച്ചു പറയുകയാണ്. പിന്നീടാണ് BJP-ക്കായി ഇപ്പോൾ പോകില്ല എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി അദ്ദേഹത്തെ CPM-കാരനാക്കാൻ നോക്കിയത്. എന്തായാലും അതിനും കൂടിയുള്ള മറുപടിയാണ് തരൂർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, അടിമുടി കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തിന് എല്ലാ വിഷയങ്ങളിലും കൃത്യമായ നിലപാടും രാഷ്ട്രീയവുമുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. തരൂരിന്റെ രാഷ്ട്രീയം ലോകം കണ്ട രാഷ്ട്രീയമാണ്. വികസനമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. വികസന കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുന്ന അദ്ദേഹം ഒരുപക്ഷെ മറ്റുള്ളവരെ പോലെ രാഷ്ട്രീയപരമായി തെരുവിലിറങ്ങി സമരം ചെയ്യുന്നതോ പോലീസുമായി ഏറ്റുമുട്ടുന്നതോ നിങ്ങൾ കാണുകയുമില്ല. കാരണം അദ്ദേഹം വികസനത്തിലൂന്നിയ, ഗാന്ധിസത്തിലൂന്നിയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി തൻ്റെ മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനം, ഈ നാടിന്റെ പുരോഗതിയാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഉപയോഗിക്കുന്നത്. കാരണം അദ്ദേഹം, നമുക്കറിയാം, KSUവിലും യൂത്ത് കോൺഗ്രസിലും സമരം ചെയ്ത, പോലീസ് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ലോക്കപ്പിൽ കിടന്നൊന്നും നേതാവായ വ്യക്തിയല്ല. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും അദ്ദേഹത്തിന്റെ ബുദ്ധിയും അദ്ദേഹത്തിന്റെ ലോക പരിചയവും അദ്ദേഹത്തിന്റെ ലോക വിവരവും എല്ലാം കണ്ട് കോൺഗ്രസിൽ ആകൃഷ്ടനായ അദ്ദേഹത്തെ കോൺഗ്രസ് സ്വീകരിക്കുകയായിരുന്നു. ആ കോൺഗ്രസിന് അദ്ദേഹത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് വളരെ കൃത്യമായി അറിയാം. അതുകൊണ്ട് ശശി തരൂർ ഇന്ന് കോൺഗ്രസ് വിടും, ശശി തരൂർ നാളെ BJP-യിലേക്ക് പോവുകയാണ്, ശശി തരൂർ മറ്റന്നാൾ CPM-ലേക്ക് പോവുകയാണെന്ന വാർത്തകൾ നൽകിയിട്ട് കാര്യമില്ല. അദ്ദേഹം അടിമുടി കോൺഗ്രസ്സുകാരനാണ്. നമ്മൾ തെരുവുകളിൽ കാണുന്ന വെള്ള ഷർട്ടും അലക്കിത്തേച്ച കതർ ഷർട്ടും മുണ്ടുമുട്ട സമരരംഗത്ത് ഇറങ്ങുന്ന ഒരു വ്യക്തിയല്ല തരൂരെന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. വികസനത്തിലൂന്നിയ കാഴ്ചപ്പാടുള്ള, ലോകപരിചയമുള്ള ആ നേതാവിനെ ഇനിയെങ്കിലും അപമാനിക്കാതിരുന്നൂടെ? തരൂര് അടിമുടി കോൺഗ്രസ്സുകാരനാണ്. ഇന്നലെയും കോൺഗ്രസ് ആണ്, ഇന്നും കോൺഗ്രസ് ആണ്. അദ്ദേഹം നാളെയും കോൺഗ്രസ്സുകാരനായി തന്നെ തുടരും.